വയനാട് ജില്ലയിൽ ശക്തമായ പ്രവർത്തനങ്ങൾ. നിലവിലെ സാഹചര്യത്തിൽ നിന്ന് LDF ഏതെങ്കിലും രീതിയിൽ സ്ഥിതി മെച്ചപ്പെടുത്തുമോ? ഏതെങ്കിലും രീതിയിൽ UDFനൊരു കോട്ടമുണ്ടാകുമോ? 3 നിയോജക മണ്ഡലങ്ങളാണ് വയനാടിന്റെ മലയോര മണ്ണിനുള്ളത്. നിലവിൽ 2-1, 2 UDFനും 1 LDFനും എന്നുള്ള രീതിയിൽ നിന്ന് എന്താണ് ഒരു മാറ്റം ഉണ്ടാവുക? എന്താണ് മാറ്റം? വലത് സൈബറിടങ്ങൾ പറയുന്നത് എന്താ? 3 തൂത്തുവാരും. നിലവിൽ മാനന്തവാടിയിലെ OR കേളുവിനെയും പരാജയപ്പെടുത്തി 3-0 എത്തുമെന്ന്. എന്താണ് വയനാടിന്റെ മലക്കാറ്റ്, ആ ഒരു ശക്തമായ മലയോരക്കാറ്റ് അടിക്കുന്നത് എവിടേക്കാണ് എന്നുള്ള ചർച്ചകൾ രാഷ്ട്രീയ കേരളത്തിൽ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയ് 4 അടുത്തടുത്ത് വരികയും ചെയ്യുന്നു. വയനാടാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ണ്. ചൂരൽമലയിൽ ആര് പറ്റിച്ചു, ആര് കൂടെ നിർത്തി ജനങ്ങളെ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ മുമ്പോട്ട് പോയ ഒരു നാട്. കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ ഗതി മാറ്റുന്ന ചൂരൽമല വിഷയം ചർച്ചയായ 16ാം നിയമസഭയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കടന്നു കഴിഞ്ഞു പോയത് എന്നുള്ളതും വയനാടിന്റെ ചിത്രത്തെ നോക്കിക്കാണുന്നവർക്ക് ആകാംക്ഷ കൂട്ടുകയാണ്. വയനാട് മാനന്തവാടിയിൽ OR കേളു. നിലവിൽ OR കേളു ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിയത് 2021 9282 വോട്ടുകൾക്കാണ്. ശക്തമായ ഒരു മത്സരം അവിടെ നടക്കാതെ OR കേളു ശക്തമായ രീതിയിൽ വിജയിച്ചു കയറിയതാണ് നമ്മൾ അവിടെ കണ്ടത്. ഇപ്പോ OR കേളുവിനെതിരെ വന്നത് ജയലക്ഷ്മിയെ മാറ്റി ഉഷ MA ആണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. CPMന്റെ സിറ്റിംഗ് മന്ത്രി കൂടിയായ MLA കൂടിയായ OR കേളുവിനെതിരെ. എന്തുകൊണ്ടാണ് OR കേളു UDF പറയുന്നത് പോലെ പരാജയപ്പെടാതെ ആ മണ്ഡലത്തെ നിലനിർത്തുന്നത്? വയനാട് ഈ നാടിന്റെ ഒരു ദിശാസൂചികയായി മാറുന്നു എന്നുള്ളതാണ്. വയനാടൻ ചൂരൽമലയിൽ കൂടെ നിർത്തി സർക്കാർ ജനങ്ങളെ. അവർ പറഞ്ഞതിന് മുഴുവൻ ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയ സാഹചര്യത്തിൽ ആ നാടിന് മുഴുവൻ കൽപ്പറ്റയിലേക്ക് കൊണ്ടുവന്ന് ഒരു ടൗൺഷിപ്പ് പ്രഖ്യാപിച്ച് ആ ടൗൺഷിപ്പിലേക്ക് നിങ്ങൾ നോക്കൂ. കൽപ്പറ്റ ടൗണിൽ നിന്ന് 500 മീറ്റർ, 1 കിലോമീറ്റർ നടക്കുമ്പോൾ തന്നെ കിലോമീറ്ററുകളോളം ഒരു സൈഡ് മുഴുവനും എടുത്ത് പണി നടക്കുക. 178 കുടുംബങ്ങളെ കൃത്യമായി പാർപ്പിക്കാനുള്ള അവസാനഘട്ട പണികൾ നടത്തിക്കൊണ്ടിരിക്കുക. അത് മുഴുവനും ഈ നാട് കാണുന്നില്ലേ? അതുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തെ പാറശാല എന്ന നിയോജക മണ്ഡലം വരെ വയനാടിനെ ചർച്ചയാക്കി CPM മുന്നോട്ട് പോയത്. CPMന്റെ കോൺഫിഡൻസ് ആയിരുന്നു ആ ടൗൺഷിപ്പും അവിടെ ചെയ്ത പ്രവർത്തനങ്ങളും. ക്ഷേമ പ്രവർത്തനങ്ങൾ മുഴുവനും ആ നാടിനെ കൂടെ നിർത്തിയത്, ആ നാട്ടുകാർക്ക് വാടക കൊടുത്തത്, ആ നാട്ടുകാർക്ക് ക്ഷേമബത്ത കൊടുത്തത്, ഇത് മുഴുവൻ ചർച്ചയാക്കിയതിന്റെ ഈ ഡയറക്റ്റ് ഇമ്പാക്ട് കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയായി OR കേളു മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 100% പറയാം, ഈ പുറംപോച്ചുകൾക്കോ ഈ വെറുതെ നടത്തുന്ന നാട്യങ്ങൾക്കോ ഒരു വിലയും ഉണ്ടാവില്ല. കരുതിയിരുന്നോ? OR കേളു എന്ന മിനിസ്റ്റർ MLA മാനന്തവാടിയിൽ നിന്ന് മെയ് 4 വിജയിച്ച് കയറി LDFന് ഒരു അംഗസംഖ്യ കൂട്ടുന്ന ആളായി മാറും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. സുൽത്താൻ ബത്തേരി IC ബാലകൃഷ്ണനും MS വിശ്വനാഥനുമാണ് 2021 മത്സരിച്ചത്. MS വിശ്വനാഥന് IC ബാലകൃഷ്ണൻ 11,822 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. 12,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ IC ബാലകൃഷ്ണൻ ജയിച്ചു കയറി. എന്തുകൊണ്ടാണ് IC ബാലകൃഷ്ണൻ? സുൽത്താൻ ബത്തേരി മണ്ഡലം തെരഞ്ഞെടുപ്പേ നടന്നിട്ടില്ല, അവിടെ ഒരു മത്സരമേ ഇല്ല എന്ന് പറയുന്ന UDFന് മറുബദലായി മാറുന്നത് എങ്ങനെയാ? IC ബാലകൃഷ്ണനാണ് OR കേളുവിന് ഒരു ഹിറ്റ് കിട്ടിയതുപോലെ ഏറ്റവും വലിയൊരു ഡ്രോപ്പ് ഉണ്ടാവാൻ പോകുന്നത് IC ബാലകൃഷ്ണ. കാരണം കേരള രാഷ്ട്രീയത്തിൽ ചങ്കൂറ്റത്തോടെ CPM ചർച്ചയ്ക്ക് വെച്ച വയനാട് പ്രശ്നം, വയനാട് തന്നെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വന്നു എന്നുള്ളതിന്റെ ഒരു ദുരവസ്ഥ പേറുന്ന സ്ഥാനാർത്ഥിയാണ് IC ബാലകൃഷ്ണൻ. കഴിഞ്ഞ 5 വർഷം ഒരു സിറ്റിംഗ് MLA എന്നുള്ള നിലയിൽ എന്താണ് IC ബാലകൃഷ്ണൻ അവിടെ ചെയ്തത്? ഒരുപക്ഷെ T സിദ്ദീഖൊക്കെ അത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. T സിദ്ദീഖൊക്കെ ചൂരൽമലയിൽ ജനങ്ങളോടൊപ്പം നിന്ന പ്രവർത്തകനാ. അതുകൊണ്ട് തന്നെയാണല്ലോ ചൂരൽമലയിലെ ആ ഉദ്ഘാടനം ടൗൺഷിപ്പിന്റെ ദിവസം T സിദ്ദീഖിനെ കൂവി വിളിച്ചപ്പോ വസീഫ് എന്ന് പറയുന്ന DYFIയുടെ പ്രസിഡന്റ് അടക്കം പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊരു ജനനേതാവ് തന്നെയാണ് എന്ന് പറഞ്ഞ് ഈ വസീഫ് പോലും പ്രൊട്ടക്ട് ചെയ്തത് T സിദ്ദീഖിനെ. യാതൊരു തരത്തിലുള്ള അപ്പർ ഹാൻഡും IC ബാലകൃഷ്ണ മണ്ഡലത്തിൽ എടുക്കാൻ പറ്റിയില്ല. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരവസ്ഥയിലേക്ക് പോയപ്പോ ജനത്തിനൊപ്പം നിന്ന ഒരു മൈലേജും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
ജനം ഒരു റിമാർക്ക് ഇടും IC ബാലകൃഷ്ണന്. കഴിഞ്ഞ വർഷം തോറ്റ ഒരു സഹതാപ തരംഗം കൂടിയുള്ള MS വിശ്വനാഥൻ 12,000 മറികടന്ന് മിനിമം ഒരു 5,000 വോട്ടിൽ കവിയാത്ത ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. കൽപ്പറ്റയിൽ മത്സരമുണ്ടെന്ന് പറയാൻ സാധിക്കുന്നില്ല. 5,470 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ സിദ്ദീഖ് ജയിച്ചു കയറിയത് കൽപ്പറ്റയിൽ നിന്ന്. ഇത്തവണ കൽപ്പറ്റയിൽ നിന്ന് വലിയ ഭൂരിപക്ഷം ഉയർത്താനൊന്നും സിദ്ദീഖിന് കഴിയുന്നില്ല. കാരണം UDF വയനാട് കാണിച്ച വലിയ കൊള്ളരുതായ്മയ്ക്കും വാക്ക് വ്യത്യാസത്തിനുമുള്ള നീതികേടിനുമുള്ള ഒരു മറുപടി IC ബാലകൃഷ്ണനും അതുപോലെ തന്നെ ഉഷ MAക്കും കിട്ടിയ ഒരു മറുപടി ചെറിയ തോതിലെങ്കിലും ഭൂരിപക്ഷത്തിൽ കിട്ടാം. ഒരുപക്ഷെ 5,470 എന്ന വോട്ട് ഭൂരിപക്ഷം നിലനിർത്താൻ സിദ്ദീഖിന് സാധിച്ചാൽ അതുതന്നെ വലിയ കാര്യം. അല്ലെങ്കിൽ സിദ്ദീഖിന്റെ ഭൂരിപക്ഷം താഴേക്ക് പോരാം, ഒരു ബ്രിം ലെവൽ മാർജിനിൽ ജയിക്കാം. പക്ഷെ അവസാന എഡ്ജ് കൽപ്പറ്റയിൽ സിദ്ദീഖിന് തന്നെയാണ്. 2-1 രണ്ടെണ്ണം UDFനും ഒരെണ്ണം LDFനും നിന്നെടുത്ത് നിന്ന് LDF നില മെച്ചപ്പെടുത്തുന്നു. സുൽത്താൻ ബത്തേരിയും നിലവിലെ കൽപ്പറ്റയോട് കൂടി ചേർത്ത് വെക്കുന്നു. IC ബാലകൃഷ്ണനെ പരാജയപ്പെടുത്തിയ MS വിശ്വനാഥനും കൂടി 16ാം നിയമസഭയിലേക്ക് എത്തുന്നതോടുകൂടി എന്നുള്ളതാണ്. 2-1 2 LDF 1 സിറ്റിംഗ് MLA സിദ്ദീഖ് കൽപ്പറ്റ നിലനിർത്തുന്നു.